കഴിഞ്ഞ 9.5 വർഷക്കാലമായി സംസ്ഥാനത്ത് തുടരുന്ന LDF സർക്കാരിന്റെ ദുർഭരണത്തിൽ മനം മടുത്ത ജനങ്ങൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കിട്ടുന്ന അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുമെന്നാണ് UDF നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. ജനാധിപത്യത്തിന്റെ എല്ലാ വിശ്വാസ്യതയും തകർത്ത് ജനങ്ങളെ തട്ടിപ്പ് മാത്രം കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണിതെന്ന് തുറന്നടിച്ച കോൺഗ്രസ് ദേശീയ നേതാവ് KC വേണുഗോപാൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം പോലുള്ള ഗുരുതര വിഷയങ്ങളിൽ പോലും ഉന്നതരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന അതീവ ഗൗരവമായ ആരോപണവും ഉന്നയിച്ചു. തട്ടിപ്പും കള്ളത്തരവും മാത്രമുള്ള ഈ സർക്കാരിനെതിരായ ജനവികാരത്തിന്റെ പ്രതിഫലനമായിരിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. സംസ്ഥാനത്തെ ജനങ്ങളെ കബളിപ്പിച്ച ഈ ഭരണകൂടത്തിനെതിരെ പാവപ്പെട്ടവരെ കരുതുന്ന നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള അജണ്ടകളുമായാണ് UDF മുന്നോട്ട് വരുന്നത്. ഓരോ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ജനങ്ങളുമായി സംവദിച്ച് അവരുടെ അഭിപ്രായം സ്വരൂപിച്ചാണ് UDF തനത് പ്രകടന പത്രികകൾ തയ്യാറാക്കുന്നത്. തട്ടിപ്പുകളും പരസ്യങ്ങളും മാത്രമുള്ള PR എക്സൈസുകളിൽ കേരള ജനത ഇനിയും കുടുങ്ങില്ലെന്നും ജനങ്ങളെ ദ്രോഹിച്ച സർക്കാരിനെതിരെ പ്രതികരിക്കാനുള്ള നന്ദിയായി അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമെന്നും UDF നേതൃത്വം പറയുമ്പോൾ വരാനിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായൊരു മാറ്റത്തിന്റെ സൂചനകളാണെന്നും KC കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും UDF പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ നല്ല വിജയം കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. കാരണം കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായിട്ടുള്ള ഈ സർക്കാരിന്റെ ദുർഭരണം കണ്ട് മടുത്ത ജനങ്ങൾ ആ സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു അവസരത്തിന്റെ നന്ദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ കാണും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് UDF വലിയ പ്രതീക്ഷയിലാണ്, ഉജ്ജ്വല വിജയം നേടും. തീർച്ചയായിട്ടും LDF സർക്കാരിന്റെ വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നടത്തിയ വിലയിരുത്തലുകൾ സർക്കാരിനെതിരായിട്ടായിരുന്നു. ഇതും സർക്കാരിനെതിരായ വിലയിരുത്തലായിരിക്കും. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നന്ദിയായിരിക്കും UDFന് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, ഞങ്ങള് പതിവിന് വിപരീതമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം കോൺഗ്രസിനകത്ത് നേതാക്കന്മാരെല്ലാവരും വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ വിജയപ്രതീക്ഷ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സ്ഥലങ്ങളിൽ ഏകകണ്ഠമായ സ്ഥാനാർത്ഥികളെ പാർട്ടി നേതാക്കന്മാർ തന്നെ തീരുമാനിക്കുകയാണ്. താൻ സ്ഥാനാർത്ഥിയാവുകയല്ല, സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് നേതാക്കന്മാർ പ്രത്യേകമായിട്ട് കാണുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു അനുപാതം നോക്കിക്കഴിഞ്ഞാൽ 60-40 എന്ന ലെവലിൽ 60% LDF, 40% അല്ല, അതിന് കൂടുതലാണ്. കാരണം 60 കൂടുതലാണ് ചിലയിടങ്ങളിലൊക്കെ തന്നെ. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ UDFന്റെ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് ഇലക്ഷനും അതുമായിട്ട് എന്താ ബന്ധം? പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ടത് എന്തായി? അതെ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ട് അമ്പലത്തിലെ വിശ്വാസങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച സർക്കാർ. എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതി പേരിലുള്ള SIT അന്വേഷണം ഉണ്ടാക്കി. ആ SIT അന്വേഷണത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് SITയുടെ കൈകൾ പോലും വിലങ്ങിട്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥനെ പോലും അനഭിബന്ധനായ ഉദ്യോഗസ്ഥനെ പെടുത്തി പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അയാളെ ഒഴിവാക്കിയത്. അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമല്ലേ SITക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന തെളിവാണ്. അതിൽ പോലും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്താൻ SIT തലവന് കഴിയുന്നില്ല എന്നുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ ഉന്നതരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും അതിനുള്ള നടപടി ഉണ്ടാകുന്നതാണ് പറയാനായിട്ടുള്ളത്. ഉന്നയിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു വിഷയമാണ് ആ വിഷയം. ജനമനസ്സുകളിൽ ഏറ്റവും വേദന 2019 നേരത്തെ ഉണ്ടായിട്ടുള്ള യുവതീ പ്രവേശനം പോലെ തന്നെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുക. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോകാൻ മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ പ്രതിഷ്ഠിച്ച വിശ്വാസം അത് ചെന്നൈ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക, അവരെ വിൽക്കുക. ഇത് വിശ്വാസികൾ ഉണ്ടാക്കിയിട്ടുള്ള വേദന ചെറുതല്ല. ആ വേദന പ്രതിഫലിക്കും ഇനി വരാനിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം. രാവിലെ LDF കൺവീനർ ആലപ്പുഴ ഉണ്ടായിരുന്നു. LDF കൺവീനർ പറഞ്ഞത് UDF, SDPIയും വെൽഫെയർ പാർട്ടിയൊക്കെ രഹസ്യ ധാരണ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു കച്ചവടവും രഹസ്യമായിട്ടില്ല. അത്തരം ഒരു കാര്യങ്ങളൊക്കെ പരമമായിട്ടും ഞങ്ങൾ നിഷേധിക്കുകയാണ്. അവരാണ് BJPയുമായിട്ടുള്ള രഹസ്യ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയെ സഹായിക്കാനുള്ള രഹസ്യ കച്ചവടത്തിലാണ് CPM കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും BJP നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ. കണ്ടോ? എവിടെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ? അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്
LDF-നാണ് അവിശുദ്ധ കൂട്ടുകെട്ട്. UDF വളരെ സ്ട്രെയിറ്റ് ആണ് ഇക്കാര്യത്തിൽ. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് UDF തനതായ നിലക്ക് തന്നെ നല്ല വിജയം കൊയ്യും. പ്രാദേശിക ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. പ്രാദേശികമായി ഞങ്ങൾ UDF-ൽ നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവാണ്. കൊച്ചു കൊച്ചു തർക്കങ്ങൾ പോലും വളരെ കുറവാണ്. അതെല്ലാം ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം 2-3 ദിവസങ്ങളിൽ പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും കേരളത്തിലെ നേതൃത്വം. അത് എല്ലാ കാര്യത്തിലും നല്ല ആത്മവിശ്വാസത്തോടെയുള്ള തിരഞ്ഞെടുപ്പായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കാരണം ജനങ്ങളെ തട്ടിപ്പ് നടത്തുന്ന ഒരു സർക്കാർ, ജനങ്ങളോട് തട്ടിപ്പ് മാത്രം കാണിക്കുന്ന സർക്കാരാണ് ഇവർ ഭരിക്കുന്നത്. ഈ തട്ടിപ്പുകളെ മറക്കാൻ വേണ്ടിയിട്ടുള്ള PR എക്സസൈസുകളാണ് കോൺക്ലേവുകളും ഈ പരസ്യങ്ങളും ഒക്കെ തന്നെ. ഈ PR എക്സസൈസിൽ ജനങ്ങൾ കുടുങ്ങൂല. അവരെ പറ്റിച്ചവരാരാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങളെ പറ്റിച്ച് തട്ടിപ്പ് നടത്തുന്ന സർക്കാരിന്റെ യഥാർത്ഥ തനിതരം പുറത്തുവരുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. അല്ല, പാർലമെന്റൊന്നും ഇപ്പൊ ഇല്ലല്ലോ. പാർലമെന്റൊന്നും ഇപ്പം കൂടുന്ന ഒരു പ്രസക്തി ഇല്ല. ഇപ്പൊ ശൈത്യകാല സമ്മേളനം 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ. അതിനിടയിലാണ് നമ്മളിപ്പോ ഹരിയാന അടക്കമുണ്ടായിരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വോട്ട് ചോരൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ SIR എന്ന് പറഞ്ഞപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനിടയിലാണ് SIR. അപ്പൊ വോട്ട് ചോരല് നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ, ഇലക്ഷൻ കമ്മീഷനാണ് വിശ്വാസതയില്ല. ബീഹാറിൽ പോലും VV പാർട്ടികൾ പാറി നടക്കുകയാണ് നഗരത്തിലാകമാനം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് ഒന്നൊരു വിഷയമേ അല്ല. ജനാധിപത്യം കാറ്റിൽ പറത്തുക എന്നുള്ളതാണ് അവരുടെ മിനിമം അജണ്ട. ആ സ്ഥിതിയിലാണ് പാർലമെന്റും നടക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിന്റെ സമഗ്രമായ മാറ്റം ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. വികസന അജണ്ടയോടൊപ്പം പാവപ്പെട്ടവരെ കരുതുന്ന മിനിമമായിട്ടുള്ള പദ്ധതികൾ. നാടിന്റെ വികസനം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിൽ ഓരോ കോർപ്പറേഷനിലും ഓരോ പഞ്ചായത്തിലും പ്രത്യേക മാനിഫെസ്റ്റോകൾ ഉണ്ടാവും. അത് തയ്യാറാക്കി ജനങ്ങളുമായി സംവാദം നടത്തിയിട്ട് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച് ഉണ്ടാക്കുന്ന മാനിഫെസ്റ്റോകളാണ് പഞ്ചായത്തിലും കോർപ്പറേഷനിലും വെക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ, പ്രയാസപ്പെടുന്നവന്റെ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുന്നവന്റെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുന്ന പദ്ധതികളും ഉണ്ടാക്കി.